ഹലോ ഹായ്. അപ്പം നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് മുംതാസ് തനിജ ഈ ഒരു വിഷയമാണ്. ഇതിന് വീഡിയോയ്ക്ക് ഞാൻ കർമ്മ എന്നിടാൻ വേണമെങ്കിൽ ക്യാപ്ഷൻ. അത് മറ്റൊന്നുമല്ല, കുറേ നാൾ മുമ്പ് ഈ തനിജയുടെ കുറേ കാര്യങ്ങൾ എനിക്ക് സംസാരിക്കേണ്ടതായിട്ട് വന്നു. വേറൊന്നുമല്ല, ഇവരുടെ ഒരു ആപത്ത് ഘട്ടത്തിൽ നമ്മൾ കൂടെ നിന്നിട്ട് ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇവർ നമ്മളെ അവരുടെ അന്തങ്ങൾക്ക് ഇട്ടുകൊടുക്കുകയും അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട് സൈബർ അറ്റാക്ക് ചെയ്യുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് നമുക്കതിനെപ്പറ്റി സംസാരിക്കേണ്ടി വന്നു. ആ സമയത്ത് എനിക്ക് ഓപ്പോസിറ്റ് നിന്ന ഒരാളാണ് ഈ പറയുന്ന മുംതാസ് എന്ന് പറയുന്ന ആ ഒരു ഇത്ത. അപ്പോൾ മുംതാസ് എന്ന് പറയുന്ന ഇത്ത ഇന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവരുടെ സകല കാര്യങ്ങൾക്കും കൊള്ളരുതായ്മകൾക്കും ഒപ്പം നിന്നിട്ട് ഇവർ ഒരു സിറ്റുവേഷനിൽ വന്നപ്പോൾ എടുത്തിട്ട് കൊടുത്തു. ഇപ്പം അതിൻ്റെ കൂടെ കുറേ ആൾക്കാരെ കിട്ടി, വേറെ ബിസിനസ്സുകാരെ കിട്ടി. അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ അലിഗേഷൻ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പം മുംതാസ് എന്ന് പറയുന്ന ആൾ ബിസിനസ് പരമായിട്ട് എതിർപ്പ് വന്നുകൊണ്ടാണ്. മുംതാസ് എന്ന് പറയുന്ന വ്യക്തി ഓൺലൈനിൽ ബിസിനസ് നടത്തുന്ന ഒരാളല്ല, യൂട്യൂബിൽ ബിസിനസ് നടത്തുന്ന ഒരാളല്ല. അവർക്ക് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് തൊഴിലാളികളുണ്ട്. ഇവരോട് അസൂയ തോന്നേണ്ട കാര്യമില്ല. അപ്പോൾ അവരെന്തുകൊണ്ട് വന്നു എന്ന് ഉള്ളതാണ് പറയാൻ. അതായത് ഈ തനിജ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ അറിവിൽ പറയുകയാണ്. അതുലിൻ്റെയൊക്കെ ആ ഒരു ഇതിൽ വെച്ച് ഞാൻ പറയാം. അതുലിനെ ഇവരുടെ ഏറ്റവും മോശം സമയത്താണ് അതുൽ എന്ന് പറയുന്ന വ്യക്തി അവരെ പരിചയപ്പെടുന്നത്. പെട്ടിട്ട് ഇവർക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നു, അത് വൈറലാവുന്നു. അതിനുശേഷം അതുലിൻ്റെ ചാനലിനും അതിന് ഗുണം ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല. അപ്പോൾ അങ്ങനെ ഈ ചാനൽ ഇങ്ങനെ വന്നു, ഇവരെ എല്ലാവർക്കും കൊണ്ടുവന്ന് ഈ അതുൽ തന്നെ പരിചയപ്പെടുത്തുന്നു. ഇവരുടെ ചാനലിന് വേണ്ട മോണിറ്ററേഷനും ബാക്കി കാര്യങ്ങളും എല്ലാം ചെയ്യാൻ സഹായിക്കുന്നു. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവനെ ഒരു സിറ്റുവേഷനിൽ എടുത്തിട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പം നമുക്കെല്ലാവർക്കും പൊതുവെ ഇത് തോന്നി. കാര്യം അതിലൊരാളെ പറ്റിക്കില്ല, വഞ്ചിക്കില്ല എന്നെനിക്ക് വ്യക്തമായിട്ടറിയാം. കാര്യം ഞാൻ അവൻ്റെ ഒരു നല്ല ഫ്രണ്ടായിട്ടിരുന്ന ഒരാളാണ്. ഞങ്ങൾ തമ്മിൽ ഇപ്പം നല്ല ടേംസിലൊന്നുമല്ല, ഇറ്റ്സ് ഓക്കെ. എന്നിരുന്നാലും ഇല്ലാത്തത് അവനെപ്പറ്റി പറയാൻ വേണ്ടി എനിക്ക് മടിയുണ്ട്, അതുകൊണ്ട് തന്നെ പറയാണ്. അങ്ങനെ ആരെയും പറ്റിക്കില്ല, വഞ്ചിക്കില്ല, ഒരാളുടെയും കയ്യിൽ നിന്നും ഒരു രൂപ വാങ്ങിയോ അങ്ങനെയൊന്നും അങ്ങനെ ഒരു സ്വഭാവമല്ല. കാര്യം എനിക്ക് തോന്നുന്ന ഈ യൂട്യൂബ് മേഖലയിൽ നിൽക്കുന്നതിൽ ഏറ്റവും നിഷ്കളങ്കനായ ഒരാളാണ് അതുൽ. അത് എൻ്റെ അഭിപ്രായമാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ കാണും. അതിനുശേഷം എന്താ പറയുന്നത്, തുടർന്ന് ഇവരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പലരും വന്നു, ഓപ്പോസിറ്റ് വന്നു. പലരുടെയും ഈ കോണ്ടൻറ്റിന് വേണ്ടി അവർ ഉപയോഗിച്ചു. ഇപ്പോൾ അടുത്ത ഇടയ്ക്ക് ഒരു വിഷയമില്ല, ഈ മുംതാസ് എന്ന് പറയുന്നവർ എനിക്ക് തോന്നുന്നു ഒരു 3 മാസം മുമ്പേ, നമ്മളൊരു 4-5 മാസം മുമ്പ് ഇവരുടെ അത്യാവശ്യം പൈസയുടെ കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ മാറി നിന്നെയാണ്. അതിനുശേഷം ഈ മുംതാസ് എന്ന് പറയുന്ന ഇവരെ 3 മാസത്തിന് ശേഷം ഇവരുടെ ചാനലിലെടുത്തിട്ട് താത്തായ്ക്ക് ഇട്ട് കൊടുക്കുന്നു, ഷമീന താത്തയ്ക്ക് ഇട്ട് കൊടുക്കുന്നു. അതേ കണക്ക് തന്നെ ഇതേ കണക്ക് അവരുടെ ചാനലിലൂടെ ഉപയോഗിക്കുന്നു. അത് കോണ്ടൻറ്റ് ഇല്ലാതെ വന്നപ്പം അങ്ങനെ എടുത്ത് ഉപയോഗിച്ചു. അപ്പോൾ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ അവർ ഒരു കുറച്ച് പൈസ പിരിവിൻ്റെയും കാര്യത്തിനൊക്കെ പോയി. അപ്പോൾ അത് പൊളിഞ്ഞു, സ്വാഭാവികമായിട്ടും പൊളിഞ്ഞു. അവരുടെ കൂടെ ഉള്ളത് നിന്നും കുറേ പേർക്ക് അതൃപ്തിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പേഴ്സണലി നമുക്ക് അതിൻ്റെ മെസ്സേജും ബാക്കിയ കാര്യങ്ങളൊക്കെ വന്നു, ഇതിനെതിരെ വീഡിയോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിരുന്നു. ഓക്കെ. അതിനുശേഷം അവർ തന്നെ ഇവരുടെ കൂടെ ഉള്ളവർ തന്നെയാണ് ഈ പറയുന്ന കൈസിനും മറ്റുമൊക്കെ ഇത് കൊടുത്തത്. കാര്യം എല്ലാ യൂട്യൂബേഴ്സിനും അവർ ഇതായിരുന്നു, ചിലരൊന്നും ചെയ്തില്ല. ഒരമ്മയും കുഞ്ഞും അല്ലേ എന്നുള്ള രീതിയിൽ ആ ഒരു പരിഗണന എല്ലാ കാലത്തും അവർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ തുടർന്ന് ഈ പറയുന്ന ഇവരെ ഉപയോഗിച്ച് കോണ്ടൻ്റ് ഉണ്ടാക്കി മുന്നോട്ട് പോകാമെന്ന്, ഇവരുടെ പരാജയങ്ങളെല്ലാം ആ സ്ത്രീക്ക് മുകളിൽ അടിച്ചേൽപ്പിക്കാം എന്നുള്ള രീതിയിൽ ശരിക്കും തനിജ എന്ന് പറയുന്നവരുടെ വീട്ടിൽ പോയി പാതിരാത്രി വരെ നിന്ന് എന്തുവാ അവരുടെ കയ്യിൽ നിന്ന് ആഹാരവും വാങ്ങിച്ച് കഴിച്ച് ഇവർ പിണങ്ങിയപ്പോൾ ആഹാരത്തിന് വരെ ഇവർ കണക്ക് പറഞ്ഞു എന്നാണ് ഞാൻ അറിയുന്നത്. എനിക്ക് പേഴ്സണലി ആ ഇഷ്യൂവിനെ പറ്റി അറിയാം, അതുകൊണ്ട് പറയുന്നതാണ്. അപ്പം ഇതെല്ലാം പറയുന്നു. ഇപ്പോൾ തനിജ എന്ന് പറയുന്ന വ്യക്തി ഒരാളെ കിട്ടുവാണെങ്കിൽ ആളെ മാക്സിമം യൂസ് ചെയ്യും. ഇത് ഞാൻ പറയുന്നത് മാത്രമല്ല, മുംതാസിൻ്റെ ആ വാക്കുകളിൽ കൂടെ പറയാം. യൂസ് ചെയ്തിട്ട് അവരെ മാക്സിമം യൂസ് ചെയ്യുക. അവസാനം അവരുടെ കയ്യിൽ നിന്നൊന്നും കിട്ടാനില്ല എന്ന് കാണാൻ നേരത്ത് ഇവരെന്ത് ചെയ്യും, വേറൊരാളിലേക്ക് പോയിട്ട് എന്ത് ചെയ്യും, ഇവരെ തന്നെ എടുത്ത് കോണ്ടൻ്റ് ആക്കും. എനിക്കെതിരാണോ എന്ന് സംശയത്തിൻ്റെ പേരിൽ. ആക്ച്വലി മുംതാസിത്ത
ഇവർക്കെതിരെ ഒന്നും ചെയ്യാനോ പോയിട്ടില്ല, ഒന്നും പറയാനോ പോയിട്ടില്ല. അത് സത്യം പറഞ്ഞാൽ നമുക്കറിയാം. അങ്ങനെ ഇത് മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇഷ്യൂ, അത് മുംതാസ് ഇത്ത പറഞ്ഞപ്പോഴാണ് അതിനെപ്പറ്റി സംസാരിക്കണമെന്ന് എനിക്ക് തോന്നിയത്. അത് ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ ആയിരങ്ങൾ വന്നിരുന്ന് വീഡിയോ ചെയ്യുന്നുണ്ട്. നാച്ചുറലായിട്ട് എൻ്റെ ചോദ്യം, എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഈ പറയുന്ന യൂട്യൂബേഴ്സിനുണ്ടെങ്കിൽ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെ തനുജ വന്നിരുന്ന് പറയുവാണ് 1200 രൂപയുടെ ഒരു തുണി 200 രൂപ അവർക്ക് കമ്മീഷൻ കൊടുത്തിട്ട് വേറൊരാൾ അവരുടെ ചാനലിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നു. നിങ്ങൾ ഒന്ന് കണക്കാലോചിക്കുക, ആ പ്രോഡക്റ്റ് ഉണ്ടാക്കിയ ആൾക്കാർ ലാഭം കൊണ്ടാണേ ഉണ്ടാക്കിയത്. അപ്പോൾ അവർക്കൊരു 200 രൂപ കിട്ടിയെന്ന് വിചാരിക്കുക. ഇത് കമ്മീഷൻ വാങ്ങുന്ന, അതായത് തനുജയ്ക്ക് ഒരു 200 രൂപ കൊടുക്കുന്നു. അപ്പോൾ ഈ ഇടനിലക്കാരി എന്ന് പറയുന്ന ആ സ്ത്രീ, അവരാരാണെന്ന് എനിക്കറിയില്ല, അവരെ പറ്റി മോശം പറയേണ്ട ആവശ്യമില്ല, അവരവരുടെ ബിസിനസ് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ അവർക്ക് എന്തായാലും ഒരു 200 രൂപയെങ്കിലും കിട്ടാതെ, പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, 50-50 ഒരു 200 രൂപയെങ്കിലും കിട്ടാതെ. അപ്പം മൊത്തത്തിൽ ഈ തുണിയോ ഇതിൻ്റെ എന്തുവാന്ന് ഉണ്ടാക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ മേക്കിങ്ങിൻ്റെ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ 600 രൂപ ആൾക്കാരെ പറ്റിച്ച് കഴിഞ്ഞു. ഇതല്ലേ സത്യമല്ലേ? നാച്ചുറലായിട്ടുള്ള ഇതാണ്. 600 രൂപ പറ്റിച്ച് കഴിഞ്ഞു. 1200 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് 600 രൂപയുടെ മുതലാണെന്ന് വിചാരിച്ചു. പിന്നെ അതിനകത്ത് കളറിങ്, മേക്കിങ് ഒക്കെ ചാർജ് ഉണ്ടല്ലോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ തുണിയുടെ യഥാർത്ഥ റേറ്റ് എത്രയായിരിക്കും? അപ്പോൾ ഇത്രയും പ്യുവറായിട്ടുള്ള മോശമായിട്ടുള്ളൊരു സാധനം കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കച്ചവടം ചെയ്യുകയാണ്. ആയിക്കോട്ടെ, അവർ ജീവിക്കാൻ വേണ്ടി അത് ചെയ്യുന്നു. എന്നിരുന്നാലും ഇത് വന്ന് പബ്ലിക്ക് ഇങ്ങനെ പറയുമ്പോൾ ഇതെന്തുകൊണ്ട് ഈ യൂട്യൂബേഴ്സ് ശ്രദ്ധിച്ചില്ല? കാരണങ്ങളുണ്ട്. അത് ഞാൻ ഇപ്പം പറയുന്നില്ല, അത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എനിക്ക് അന്തങ്ങളോട് പറയാനുള്ളത്, എന്നാലും ഇവർ പൊളിയും. അത് കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ കൂടെ നിൽക്കുന്നവരെ ആരെയും ഇപ്പം നിൽക്കുന്നവരും പോകും. ഇപ്പം ആരോ ഒരു സ്ത്രീയെ കണ്ടുണ്ടെന്ന് പറയുന്ന ബിസിനസ്സിൻ്റെ അവർക്കും കിട്ടും പണി. വേറെ ആൾക്കാർ അതേ കണക്ക് താത്തയെ വിളിച്ചിട്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് ഇവരാന്ന് പറയുന്നുണ്ട്. ഞാൻ പറയും, ഇതൊന്നും ചെയ്യിപ്പിച്ച മുംതാസ് എന്ന് പറയുന്ന സ്ത്രീ മാത്രമൊന്നുമല്ല. ആ കേസ് കൊടുക്കുന്ന ടൈമിൽ ഞാൻ ഇവരുമായിട്ട് സംസാരിച്ചിട്ടുള്ളത്. അന്ന് ഫിജോയ ഉണ്ടായിരുന്നു, മുംതാസ് ഉണ്ടായിരുന്നു. ഫിജോയാണ് ഏറ്റവും കൂടുതൽ, ഫിജോ എന്ന് പറയുന്ന അവരാണ് ഏറ്റവും കൂടുതൽ ഈ കേസ് കൊടുക്കാൻ വേണ്ടി ഇത് ചെയ്തത്. അതിന് മുംതാസ് എന്ന് പറയുന്ന സ്ത്രീയെ വിളിച്ചിട്ട് പ്രഷർ കൊടുത്തതും എല്ലാം ഫിജോ ജോസഫ് എന്ന് പറയുന്ന അവരായിരുന്നു. പിന്നെ ഇതൊന്നും അല്ലാതെ മറ്റേ ഒരു യൂട്യൂബർ ഉണ്ടല്ലോ, ആ പുള്ളിക്കാരൻ്റെ പേര്, ഒരു മുസ്ലിം ഒരു യൂട്യൂബർ ഉണ്ടല്ലോ, ഇവർക്ക് വേണ്ടി നിരന്തരം വീഡിയോ ഇടുന്ന ആ പുള്ളിക്കാരൻ നിരന്തരം കൂടെ ഉണ്ടായിരുന്നു. കേസ് കൊടുക്കണം, അപ്പോൾ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് പറയുന്നത് ഇവർ ഭൂലോകം മടിയാണ്. ഇവർ കേസ് കൊടുക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇവർ ഒഴിഞ്ഞു മാറുന്നൊരു ടൈപ്പാണ്. പിന്നെ ഞാനിവിടുന്ന് ഒരു കേസ് കൊടുത്തത് നിങ്ങൾക്ക് അറിയാം, ഈ ഇഷ്യൂ താത്തയായിട്ടും ബന്ധപ്പെട്ടൊരു ഇഷ്യൂ. എൻ്റെ പ്രോസസ്സിങ് നടക്കുമ്പം പോലും അവരന്ന് എനിക്ക് അയച്ചു തന്നൊരു സാധനം എൻ്റെ കയ്യിലുണ്ട്. ഞാനത് ഇതാക്കുന്നില്ല, ഒന്നാതെ നമുക്ക് ചീത്തപ്പേരാണ്. അപ്പോൾ അതിനകത്ത് പ്രോസസ്സിങ് പോലും കാണിച്ചിട്ടില്ല. അതായത് ഒരു കേസ് കൊടുത്തിട്ട് പ്രോസസ്സിങ് പോലും കാണിച്ചിട്ടില്ല. അതായത് നിങ്ങളോടെല്ലാം കേസെന്ന് പറയും, കേസിന് പൈസ വാങ്ങും, കൊണ്ടുപോയി ഒരു പെറ്റീഷൻ കൊടുക്കും. അതിനകത്ത് തുടർ നടപടികളൊന്നുമില്ല. അതിനകത്ത് പിന്നെ വിളിച്ചിട്ട് എന്താ പറയുക, അതിനെപ്പറ്റി ഒരു എൻക്വയറി ഒന്നുമില്ല. പേരിനൊരു കേസ് കൊടുക്കും, നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിരിക്കും. ഇനിയും ചെയ്യും. ഇനിയിപ്പോൾ പലർക്കെതിരെയും, ഇനിയിപ്പോൾ നാളെ ചിലപ്പോൾ എനിക്കെതിരെയും കൊണ്ടുവന്ന് കേസ് കൊടുക്കാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിരിക്കും. പ്രോസസ്സ് ഉണ്ടാകത്തില്ല, അത്രേ ഉള്ളൂ, ദാറ്റ്സ് ഓൾ. അപ്പം ഇത് അന്തങ്ങളെ ഞാൻ പറഞ്ഞ് വിശ്വസിപ്പിക്കണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. കാര്യം അവർ വിശ്വസിക്കത്തുമില്ല. ഇവർ എല്ലാ കാലത്തും അന്തങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാ അടുത്തും ഉണ്ട് അന്തങ്ങൾ. ഇത് ഓരോരുത്തരായിട്ട് പൊളിയും. ഈ ഉടായിപ്പ് കാണിച്ച് മുന്നോട്ട് വരുന്ന ഓരോ വ്യക്തിയും പൊളിയെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പം ഇതിനിടയ്ക്ക് അവർ വന്നിട്ട് കമൻ്റ് ഒന്നും പറയാനില്ല. അവർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാതില്ലാതെ ഈ തനുജ ഒരു കമൻ്റ് ഇട്ടത് ഞാൻ കണ്ടിരുന്നു. തനുജയാണോ അതിൻ്റെ ഫേക്കാണെന്നോ എന്ന് അറിയത്തില്ല. ആ ഫേക്കാണെങ്കിൽ പോലും ആ കമൻ്റ് ഇങ്ങനായിരുന്നു: മുംതാസ് നടത്തുന്ന സ്ഥാപനത്തിന്, അതായത് ഒരു ഹോസ്റ്റലുണ്ട്, ഹോസ്റ്റലിന് ഇതുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഏതാ സർട്ടിഫിക്കറ്റ് ഉണ്ടോയെന്ന്. അത് ചോദിക്കാൻ ഇവരാരാണ്? ന്യായമായ എൻ്റെ ഒരു ചോദ്യം, ഇവരാരാണ്? ഇവർ കളക്ടറാ? അല്ലെങ്കിൽ തന്നെ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് പബ്ലിക് ഇടാമെന്ന് നിന്നോട് ആരാണ് പറഞ്ഞത്? അപ്പം വിമർശനങ്ങൾ മറ്റുള്ളവരെ എന്തെങ്കിലും പറയുമ്പോൾ അത് തിരിച്ച് വാങ്ങാൻ പാടില്ല. അന്തങ്ങളെ കൊണ്ട് തെറി പറയിപ്പിക്കുക. എനിക്കറിയാം, ഇത് കാണുമെങ്കിൽ ഇതിൻ്റെ കീഴിലും ഒന്ന് തെറി പറയും.
ഇതിൻ്റെ ഇടയിൽ മോശം പറയും. ഞാനതെടുത്ത് കളയുകയും ചെയ്യും. കാര്യം എനിക്ക് അന്തങ്ങളെ അറിയാം, അവരുടെ മാനസിക നില എന്താണെന്നറിയാം, അവസ്ഥ, അത്രേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.